ഐസ് ഇന്ന് വീട്ടിലാണുള്ളത്. മൊത്തോ ഞാൻ നമ്മൾ ചൂലും ഓലക്കൊട്ടയും ഉണ്ടാക്കാൻ പോകുന്നു. അമ്മമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കും. അതാണ് ഇന്നത്തെ പരിപാടി. എന്നാ പിടിക്കും വീഡിയോ എടുക്കണം. ക്യാമറ കൊടുത്തു. ക്യാമറ ഒരു ക്യാമറ പിടിച്ചാൽ ഈ ക്യാമറ പിടിക്കും. ഇങ്ങനെ പിടിച്ചാൽ ഞാൻ അടുത്ത് കാണി നോക്കാം. ആക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കണത് ഇങ്ങോട്ടും ഇങ്ങോട്ട് അനക്കണം. ഇങ്ങനെ അനക്കണം. താടിയിരിക്കുന്നു രണ്ട് ഓല കിട്ടി. അതിന്റെ കരകൗശല പരിപാടികളാണ് കാണുന്നത്. അപ്പുറത്തെ വീട്ടിൽ തെങ്ങ് കുറിച്ചാൻ പോകും. കൊതുകുണ്ട്. ചോര് ഇതാ പകുതി റെഡി ആയിട്ടുണ്ട്. മുത്തം ഉണ്ടാക്കി എത്ര പോലെയാന്ന് വെച്ചാ ശരിക്കാണ്. ഇത്ര പോരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മമ്മയോ അതിന്റെ ഇടയ്ക്ക് പുതിയ പെണ്ണല്ലേ പുരപ്പുറം തൂക്കുന്ന പുതിയ പെണ്ണ്. നീ പഴയ പെണ്ണായില്ലേ? 4 കൊല്ലായിട്ടും വാറന്റി എല്ലാം തീർന്നിട്ടുണ്ടാവൂലേ? മൊത്തത്തിൽ ഇത്ര പോരെ ചൂലുണ്ടാക്കി. രണ്ടാളും കൊണ്ട് ആരും വന്നിട്ടില്ല. ഇപ്പം ഇതെടുത്ത് വെച്ചിട്ട് പിന്നെ യൂട്യൂബിലിടും. അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റും. പൊളി തന്നെ. ചെമ്പൂത്തിന്റെ ഒച്ചയാന്ന് തോന്നിട്ടാ. അത് നിന്റെ ഒച്ചയാമോ? ചെമ്പൂ തന്നെയാ. ഇതാണ് നമ്മൾ പാവയാൽ പിടിച്ച കിണർ. പക്ഷെ നല്ല വെള്ളമാണ്, തെളിനീരാണ്. കണ്ടോ, അങ്ങ് അടി വരെ കാണും. സൂം ചെയ്ത് പടവൊക്കെ കാണണം അതിനടിയിൽ. കിട്ടിലും വെള്ളം. പിന്നെ അമ്മ വളർത്തിയ ചെമ്പരത്തി, ചെക്കി എന്താ ഒരു പൂ മാത്രം പിടിച്ചേക്കുന്നത്. ഓരോന്നോരോന്നിട്ട് പിടിക്കുന്നു. ചെക്കി അവിടെ പനിപ്പൂ. കൊള്ളാം. ഇതൊക്കെ എന്റർടൈൻമെന്റ് ആക്കുന്നുണ്ട് ഇവിടെ 2-3 ആൾക്കാർ കൂടിയിട്ട്. അമ്മമ്മന്റെ കോട്ട ആയി കഴിഞ്ഞു. വെറുതെ വിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അപ്പത്തേക്ക് മുത്തുവിന്റെ ഓല ചെറിയ ഓല ആ ഒരൊറ്റ മുറിച്ച് കളഞ്ഞായിരുന്നു. മൂന്നാമത്തെ ഓലയല്ല, 4ാമത്തെ ഓല എടുത്താണ്. മൂന്നാമത്തെ ഓലാണ്. 4ാമത്തെ ഓല എടുത്തിട്ട് ചെറിയ കൊട്ട. പക്ഷെ അമ്മമ്മേന്റെ കൊട്ട ഇപ്പൊ ആവും. തുടങ്ങിയതേ ഇല്ല. അമ്മമ്മ 10 കൊല്ലായിട്ട് ചെയ്യുന്നല്ലോ. ഇതിപ്പോ നിങ്ങളെ രണ്ടാളെയും കൊട്ടയാ? അച്ഛന്റെ മുത്തുവിന്റെയും കൊട്ടയാണോ? ഓരോരോ 3-4 ഒന്ന് ചേർത്താൽ ഒറ്റ വെച്ചാൽ അങ്ങനെ സ്പീഡാകും. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഓലമടയിൽ മത്സരം ഉണ്ടാവുന്നുണ്ടല്ലേ പരിപാടിക്ക്. എന്താണ് ആകാംക്ഷയോടെ നോക്കുന്ന അച്ഛൻ. ചമ്മണം വന്നിരുന്നോ സാർ?
ഇതിങ്ങനെ ഒടിക്കുക. ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്ന് വിടുക. ചീന നിവർത്താം. ഈന നിവർത്താം. ഇതെന്താക്കാം, ഇതെടുക്കുക. ഇത് ഒന്നട വിട്ടിട്ട് ഒന്ന് താഴേക്കോ ഒന്ന് മേലോക്കാം. ഇപ്പൊ താഴേക്കോ. ഇനി ഇതെടുക്കുക. ആടെ റൗണ്ട് ആയിക്കോട്ടെ. ഇത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ചാക്കി തോന്നുന്നു. കെട്ടിച്ച് നന്നാക്കി നന്നാക്കി പോകും. എല്ലാം കൂടെ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാ പിന്നെയും അമ്മക്ക് ഓലേന്റെ കൊട്ട മിസ് ചെയ്തോണ്ട് അമ്മ മാക്കി കൊടുക്കുന്നതാണ്. ആ ബക്കറ്റും ഇതെല്ലാം ഇല്ലു, ഓലേന്റെ കൊട്ടയില്ല, ഇലയെല്ലാം എടുക്കാൻ വേണ്ടി മിസ് ചെയ്തു. നമ്മൾ പിന്നെ ആക്കി കൊടുത്തേക്കാന്ന് അമ്മ കൊടുത്തിട്ട് ഞാൻ അമ്മമ്മയോട് പറഞ്ഞല്ലോ ഒരു കൊട്ട മറിഞ്ഞെങ്കിൽ എന്താന്ന് ഫ്രീ ആയിട്ട് ഇൻട്രസ്റ്റ് വേണ്ടേ, എല്ലാം ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ലേ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണ്ടേ, പ്രോത്സാഹനം വേണ്ടേ. ഇഷ്ടംപോലെ കുട്ടേൻ്റെ ഷേപ്പായി ഓൾമോസ്റ്റ്. ഇനിയിപ്പോൾ മേലെ ഭാഗം മാത്രം ഫുൾ അടക്കണം. നല്ല രസമുണ്ട് അല്ലേ? നമ്മളെ കുട്ടിയും ഓൾമോസ്റ്റ് ആയി തയ്യാൻ പോകുന്നു അല്ലേ? കഴിഞ്ഞിട്ട് കുറച്ച് ഫാസ്റ്റ് ആയി ക്ഷീണിച്ചാ ഇല്ല, ഇപ്പൊ പഠിച്ചാ പുള്ളി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയി പറഞ്ഞൊക്കെ ഇത് സ്ലോ പറയുമ്പോ ഇത്ര സ്ലോ ആവുന്നുണ്ട്. എടുക്കാം 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 ഇങ്ങനെ അടുപ്പിക്കാം. ക്രിക്കറ്റിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു അല്ലെന്തോ റൗണ്ട് ആയിനാ, പക്ഷെ എന്തോ ചതുരം കണക്കാൻ ആവോ ലാസ്റ്റ് റൗണ്ട്. ഓ ഇതാ ഇവിടെ ഫുൾ ബാസ്കറ്റായി. ഗൈസ് ഇതിപ്പോ ഇങ്ങനെ എല്ലാ അറ്റും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതെന്തോ ആക്കിയിട്ട് ഇത് ക്ലോസ് ആക്കും. അതിനെല്ലാം അടുത്ത സ്റ്റെപ്പ് തുടങ്ങുന്നത്. അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം നമ്മ. ഒറ്റക്കന്നെ ചെയ്യുന്നതല്ലേ? ആദ്യം ഇതാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലാത്ത ആൾക്കാരുണ്ടോ? അങ്ങനെ അവനിപ്പോ മാർക്കറ്റിൽ കൊതു കടിക്കണ്ട, എന്നെ കടിക്കുന്നില്ല. ഭംഗിയുള്ള 2 കൊട്ടകൾ റെഡിയായിരിക്കുകയാണ്. സാധനമൊക്കെ ഇങ്ങനെ ഇട്ടുണ്ടോ? ഇല്ലാതെ അങ്ങനെയാതുണ്ടാവും. ഇതും അതുപോലെ ആക്കാനുണ്ട് കുറച്ച്. അപ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ സമയമാകൊണ്ട് അമ്മമ്മ പറഞ്ഞു അതേക്ക് പോടാ. നമ്മ ചിപ്സ് മേടിക്കാൻ വേണ്ടി ടൗണില് ചിപ്സ് കടയിൽ വന്നിട്ടായാലും ചിപ്സ് വാങ്ങാൻ വന്ന ജനവിഭാഗം കുറേ പലതരം ചിപ്സുകൾ. പറ്റുമെങ്കിൽ നമ്മ ഇതെല്ലാം എടുത്തിട്ട് തൊട്ടിയിലാക്കി കൊണ്ടുപോകും. എത്ര പാക്കറ്റാണ് വേണ്ടത്? ചിപ്സ് തേങ്ങ ലഡു ഉണ്ട്, തേങ്ങ ലഡു സോറി കോക്കനട്ട് ലഡു, മീനു ചിപ്സ്, അതിലൊക്കെ ഫ്രൈ ഉണ്ട്. ചിപ്സ് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടേ ചൂടില്ല
രസമുണ്ടോ? രസമുണ്ടോ? ഫ്രഷ് തന്നെ. അത് കാണിച്ചു കൊടുക്കും. അതാടിണ്ടോ? അതൊന്നുമില്ല. അതെന്ത് കാണുന്നാറാ? അതൊക്കെ പാക്കറ്റ്. ഞാൻ പിടിക്കുമ്പോൾ ഭയങ്കര കണ്ണൂർ തോന്നുന്നുണ്ട്. പൊക്കി പിടിച്ചു നോക്കട്ടെ. ഒരു പൊക്കി പിടിക്കേ. ഇത്രയും സാധനവും വാങ്ങിയിട്ട് തിന്നാനുള്ള പരിപാടിയാണ്. ഹൈദരാബാദ് കൊണ്ടുപോയി തിന്നേ. പക്ഷെ ഇത്രയും വാങ്ങിയിട്ട് 1100 ആയിരിക്കും അല്ലേ? ഭയങ്കര ഗായ്സ്, അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഇത്ര ഉള്ളൂ. വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഹൈദരാബാദിലേക്ക് പോകുന്ന സമയത്ത് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വെച്ചു. അപ്പോൾ ടൗണിലൊന്ന് കറങ്ങി അച്ഛനും മുത്തവും അജിയും ഉണ്ടായിനി. അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന ഒരു വ്ളോഗായിട്ട് വീണ്ടും വരാം. സുധീഷ് ഉണ്ട് ഇപ്രാവശ്യം നമ്മളിവിടെ ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അപ്പോൾ സന്ധിക്കും വരേക്കും